നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്നത്തെ ഐറ്റം ഒരു മസാല ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ഫ്രൈഡ് മസാല ബിസ്ക്കറ്റ്. സാധാരണ ബിസ്ക്കറ്റുകളൊക്കെ നമ്മൾ ബേക്ക് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇത് ബേക്ക് ചെയ്യാതെ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുണ്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. ഒരു വലിയ കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം അജ്വൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ റവ, പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളകും ജീരകവും മല്ലിയും കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും ഇങ്ങനെ ക്രഷ് ചെയ്തിടുമ്പോൾ. ഇനി ഒരു നല്ലവണ്ണം ഒരു 2 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ഇതുപോലെ തന്നെ കൈകൊണ്ട് അമർത്തിയിട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കറുത്ത എള്ള്. ഇനി ഇതിനെല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം എല്ലാവിടേക്കും ഒന്നാക്കുക. ഉപ്പോ എരിവോ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്കിടാം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റ് അല്ലേ, അപ്പം നമുക്ക് നല്ലവണ്ണം ബട്ടർ വേണം. ഒരു 10 ഗ്രാമോളം ഞാൻ ബട്ടർ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അല്ല നിങ്ങൾക്ക് ബട്ടർ തന്നെ ഉപയോഗിക്കണമെങ്കിൽ ബട്ടറോ അതല്ല എങ്കിൽ ഗീ തന്നെയോ ഉപയോഗിക്കാം. ഇത് തമ്മിൽ ഇതിലൊന്ന് ഷേപ്പ് ചെയ്യണം വരെ. ഇത് കണ്ടോ, ഇങ്ങനെ ഷേപ്പ് ആവണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളൊക്കെ ലെയർ ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മളൊരു രാജസ്ഥാനി കോബ റൊട്ടി ഉണ്ടാക്കിയിരുന്നു ഞാൻ. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മാവായിരിക്കണം. ഒരിക്കലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മാവാവരുത്. അപ്പോൾ ഉള്ളു നമുക്കൊരിക്കലും ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ലെയറായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്കിതിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി ഞാൻ മുകളിലൂടെ ഒന്ന് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അതൊന്ന് സെറ്റ് ആവട്ടെ, എല്ലാ മസാലയും അതിലേക്കൊന്ന് ജോയിൻ ആവട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല കട്ടിയുള്ള മാവാണ്. അതിനെ നന്നായി ഒന്നും കൂടി യോജിപ്പിച്ച് ഉരുട്ടുക. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓയിലും ബട്ടറും നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രം. ബട്ടർ വേണ്ടാത്തവർക്ക് വെറും ഓയിൽ മാത്രമായും ഉപയോഗിക്കാം. ഇതിപ്പോൾ സൈഡൊക്കെ ഷേപ്പ് പോകും കേട്ടോ, അതൊന്നും പ്രോബ്ലം ഇല്ല. അത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഈ തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് തിക്കായിട്ട് ഉണ്ടാക്കരുത്, അപ്പം നമുക്ക് കുക്കിംഗ് ടൈം കൂടും. ഇനി അതിനെ ഞാൻ സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി. ഇനി നിങ്ങൾക്ക് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ കുക്കി കട്ടർ കൊണ്ട് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് പോക്ക് ചെയ്ത് കൊടുക്കണം. അത് നന്നായി പോക്ക് ചെയ്യണം കേട്ടോ. ഇല്ല എങ്കിൽ നമുക്ക് ക്രിസ്പിയായി കിട്ടില്ല. പൊന്തി വരാനുള്ള ചാൻസ് ഒഴിവാക്കാനും കൂടിയാണ് ഇത് നന്നായി പോക്ക് ചെയ്യുന്നത്. അപ്പം ഇനി ഇതിനെ ഫ്രൈ ചെയ്യാം. അപ്പം നല്ലവണ്ണം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇടാം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വറക്കണം, എന്നാലേ ഉള്ളു വേവുള്ളൂ. നമ്മൾ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നത് പെർഫെക്റ്റ് അല്ല എങ്കിൽ ഇത് പൂരി പോലെ പൊന്തി വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫോർക്ക് കൊണ്ട് കറക്റ്റായിട്ട് അടിയിൽ തട്ടുന്ന വിധത്തിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം, പോക്ക് ചെയ്യണം. അപ്പം മാത്രമേ അത് ക്രിസ്പി ആയിട്ട് ഉള്ളു നന്നായി വരുള്ളൂ. ഇല്ല എങ്കിൽ കുറച്ച് സോഗിയായി പോവും. മീഡിയം ഫ്ലെയിമായിട്ട് തന്നെ ചെയ്യുകയും വേണം. ഇപ്പം കണ്ടോ, ഇതെല്ലാം പൊന്തി വരാൻ തുടങ്ങി മുകളിലേക്ക്. അപ്പം നമുക്കായിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ മറ്റുള്ളത് റെഡിയാക്കാം. അപ്പോൾ കണ്ടോ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് തുറന്ന് നോക്കാം. കണ്ടോ, ഫുള്ള് ലെയർ ആയിട്ടാണ് വരുന്നത്. കഴിക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ടുണ്ടത്. ഇത് നമുക്ക് കുറച്ച് ദിവസം എയർ ടൈറ്റ് ബോക്സിലാക്കി അടച്ച് സൂക്ഷിക്കുകയും ചെയ്യാം. നല്ല ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ബൈ, താങ്ക് യു.